വ്യത്യസ്തമായിട്ട് നമ്മുടെ ചാനലിൽ അങ്ങനെ ചെയ്യാത്ത ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. 1-2 റീലിൽ ഷോർട്സിൽ ട്രൈ ചെയ്തു വിജയിച്ചില്ല. അപ്പോൾ നമ്മൾ മൂവി റെക്കമെൻഡേഷൻസ് അത് നമ്മളോട് ഒരുപാട് പേര് നമ്മുടെ ഒരുപാട് പേരല്ല 1-2 പേര് നമ്മുടെ പല കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ 2 ദിവസത്തെ പുതിയ 2 സെഗ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവി റെക്കമെൻഡേഷൻ. അപ്പം നമ്മളിപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജോണർ സ്പെസിഫിക്കോ ലാംഗ്വേജ് സ്പെസിഫിക്കോ ഒന്നും അല്ലാതെ കുറച്ച് റാൻഡമായിട്ട് അധികം ആൾക്കാർ സംസാരിക്കാത്ത എന്നാൽ കുറച്ച് വ്യത്യസ്തമായ പടങ്ങൾ. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പടങ്ങൾ ഇതൊന്നും മാസ്റ്റർ പീസ് സിനിമകളോ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കുന്ന സിനിമകളോ ഒന്നും അല്ല. ഈ പടം അഥവാ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ട്രെയിലർ കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് തോന്നിയാൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന രസകരമായ കുറച്ച് പടങ്ങളാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പടങ്ങളൊന്നും തന്നെ കാണാത്ത വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഈ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് മാത്രമല്ല ഇദ്ദേഹത്തിന് കൂടിയാണ്. കാണാത്തതില്ല. നിങ്ങൾക്ക് ഈ നമ്മൾ പറയുന്ന പടങ്ങളിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുക ഇല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലർ എന്തെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇത് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആണെന്ന് തോന്നിയാൽ കണ്ടു നോക്കുക. ഇത് എനിക്ക് പേഴ്സണലി കുറച്ച് ഞാൻ കാണുന്ന ടൈപ്പ് ഓഫ് സിനിമകളാണ്. അതിൽ മെജോറിറ്റി പടങ്ങളുടെ ജോണർ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് കോമഡി അല്ലെങ്കിൽ അത് കുറച്ചുള്ള ആ ഒരു ജോണർ കുറച്ചുള്ള സിനിമകളാണ്. അതും കുറച്ച് മിക്സ്ഡ് ആയിരിക്കും. അങ്ങനെ ജോണർ സ്പെസിഫിക് അല്ല എന്ന് പറയാൻ കാര്യം തന്നെ അതിനകത്ത് നമുക്ക് വ്യത്യാസമായ പടങ്ങളുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ റെക്കമെൻഡേഷൻ ദി ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ യൂമ കൗണ്ടി 2023. ഇത് ആക്ച്വലി ഒരു ഡയറക്ടറുടെ ഈ പടത്തിൻ്റെ ഡയറക്ടർ ഫസ്റ്റ് പടമാണ്. നമ്മൾ ഈ ഡയറക്ടറുടെ പേരും കാര്യങ്ങളൊന്നും പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ടറുടെ പേരെന്നും പറഞ്ഞ് നിങ്ങൾക്ക് കാരണം അതൊന്നും നമ്മുടെ ഓഡിയൻസിന് ആവശ്യമില്ല, നമ്മൾ പറഞ്ഞാൽ തെറ്റും. അല്ല അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു സിനിമ കാണാൻ പോകുമ്പം ഒരു മെയിൻ ഡയറക്ടർ ആണെങ്കിൽ മാത്രം അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്താൽ മതിയെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മൾ ഇത് ഫസ്റ്റ് ടൈം ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. സോ ഒരു ആദ്യ സംരംഭം എന്നുള്ള നിലയിൽ ഇതിനൊരു വളരെ രസകരമായ ഒരു കൗണ്ടിയിലെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റോപ്പാണ്. അവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് സൂപ്പർ മാർക്കറ്റൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പാണ്. അവിടെ ഒരു ഡേ നടക്കുന്ന കഥയാണ്. അപ്പോൾ അവിടേക്ക് വന്നെത്തുന്ന കുറേ ക്യാരക്ടേഴ്സും അതിനകത്ത് നടക്കുന്ന കുറച്ച് ഡ്രാമയും കുറച്ച് രസകരമായ കുറച്ച് പ്ലേ ആണത്. പടത്തിൻ്റെ ജോണർ ഈ പറഞ്ഞ പോലെ ഡാർക്ക് കോമഡിയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് ഇനിഷ്യലി നമുക്ക് ഫീൽ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ പടം സീരിയസ് ആയിപ്പോൾ ഈ പടം എൻഡ് ചെയ്യുമ്പോൾ ഒരു സീരിയസ്നെസ്സോടെ തന്നെയാണ് എൻഡ് ആവുന്നത്. ഒരു തവണ കണ്ടു നോക്കാവുന്ന രസകരമായൊരു ഇതാണ്. എസ്പെഷ്യലി ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ഭയങ്കര രസമാണ്. കാരണം ഇവർ സെലക്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ നല്ല രസമാണ്. നമുക്ക് ആ ഒരു സ്പഗറ്റി ഫിലിമിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള പോലെ തോന്നും. കാരണം പണ്ട് ഈ പടങ്ങളിൽ ഇവർ ടാവേണിലേക്ക് വന്ന് കയറുമല്ലോ. നമ്മളിപ്പം ഈ ഹെയ്റ്റ്ഫുൾ ലൈറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കാണുന്ന പോലെ അതേപോലെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവർ വരുന്നത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നു കുറേ ആൾക്കാർ, അതിൽ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്, അതിനകത്ത് നടക്കുന്നൊരു ആൾക്കാരുടെ ഗെയിമും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് രസമുണ്ടത്. അതൊരു ഒരു ടൈം വൺ ടൈം വാച്ചബിൾ പടമാണ്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മുടെ രണ്ടാമത്തെ റെക്കമെൻഡേഷൻ ഈ കോഫി ടേബിൾ 2022. ഇത് ആക്ച്വലി വളരെ രസകരമായിട്ടുള്ളൊരു കണ്ടൻ്റുള്ള പടമാണ്. ഈ സിനിമയുടെ ട്രെയിലറോ ഒന്നും കാണാതെ നിങ്ങൾ ഈ പടം ഇപ്പോൾ ട്രെയിലർ കണ്ടാലും നിങ്ങൾക്ക് ഒരുപാട് സ്പോയിലേഴ്സ് ഇല്ല. ഇതാണ് ഇതിൻ്റെ ട്രെയിലർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കാണുന്നതിന് മുമ്പ് മനസ്സിൽ നല്ല കട്ടിയുള്ളവരാണ് ഈ പടം കാണാൻ. കാര്യം ഈ സിനിമയുടെ ജോണർ നിങ്ങൾ തപ്പിയാൽ ഇത് ഡാർക്ക് കോമഡി എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഹ്യൂമർ നമുക്ക് ഏറ്റെടുക്കാൻ ഭയങ്കര പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ടിങ് ഹ്യൂമറാണ്. അങ്ങനത്തെ ഒരു സംഭവം നമ്മൾക്ക് കാര്യം നമ്മൾ സിറ്റുവേഷനിൽ ചിരിക്കണം. നമ്മൾ എങ്ങനെ ചിരിക്കാൻ പറ്റും? സിറ്റുവേഷനിൽ ഹ്യൂമർ ഉണ്ടെന്നാലും ഒരു ഭയങ്കര ഡാർക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ട് അവിടെ നിൽക്കുന്നത്. അതൊരു കപ്പിൾ അവരുടെ വീട്ടിലേക്ക് ഒരു കോഫി ടേബിൾ വാങ്ങിക്കാൻ പോകുന്നിടത്താണ് പടം തുടങ്ങുന്നത്. ഇവർ ഈ കോഫി ടേബിൾ വാങ്ങിച്ച് വീട്ടിൽ വരുന്നു. അപ്പോൾ കോഫി ടേബിൾ വാങ്ങിക്കുന്നിടത്തും ആര്യം ഭർത്താവും തമ്മിലൊരു കശപിശ ഉണ്ടാവും. അതിനുശേഷം ഇവർ വീട്ടിലേക്ക് കോഫി ടേബിൾ കൊണ്ട് എത്തിക്കുന്നു. പിന്നീട് ആ വീട്ടിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഉള്ള ആ ഒരു ഡേ ആണ് ഈ സിനിമ. അപ്പോൾ ആ കോഫി ടേബിൾ വെച്ചൊരു പടം ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ അത് ഭയങ്കര സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് നല്ല നമുക്ക് ഭയങ്കര പാടാണ് അത് എടുക്കാൻ. അതിൻ്റെ ഹ്യൂമർ നമുക്കിത് കോമഡിയാണെന്ന് മനസ്സിലായി നമുക്ക് ചിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സിൽ അത്രയും ഒരു പെയിൻഫുൾ ഒരു ഭാരമുള്ള പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. എന്നാൽ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഭയങ്കര സ്പെഷ്യൽ പടമാണ് ഇത് കോഫി ടേബിൾ എന്നുള്ളത്. സോ നമ്മുടെ മൂന്നാമത്തെ റെക്കമെൻഡേഷൻ വൈ ഡോണ്ട് യു ജസ്റ്റ് ഡൈ 2018. വൈ ഡോണ്ട് യു ജസ്റ്റ് ഡൈ എന്ന് പറയുന്ന സിനിമ ആക്ച്വലി ഞാൻ ഈ പടത്തെപ്പറ്റി ആദ്യം അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഹെയ്റ്റ്ഫുൾ ജോഷ് എന്ന് പറഞ്ഞൊരാളുണ്ട്. പുള്ളി ഓരോ പടങ്ങളുടെ റിവ്യൂ എന്നല്ല പറയാം, പുള്ളി കണ്ട പടങ്ങളെ പറ്റി ജസ്റ്റ് ഒരു 1 ലൈനിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാറുണ്ട് ഇൻസ്റ്റയിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഞാൻ കണ്ട പടമാണ് ഈ വൈ ഡോണ്ട് യു ജസ്റ്റ് ഡൈ എന്നുള്ള സിനിമ. ഈ സിനിമ ഞാൻ കണ്ടതിന് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ ട്രെയിലർ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഈ പടത്തിൻ്റെ പ്രിൻ്റൊന്നും ഇവിടെ അവൈലബിൾ അല്ല. നമ്മളിവിടെ റിലീസൊന്നും ഇല്ലാത്ത സിനിമയാണ്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഈ പടം ഓൾറെഡി റിലീസായി കഴിഞ്ഞിരുന്നു. ഞാൻ തപ്പിയെടുത്തൊരു പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്ത് പടം കണ്ട് നോക്കി കഴിഞ്ഞപ്പം കാരണം പടം കാണാനുള്ള റീസൺ തന്നെ എൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഇത് എൻ്റെ ജോണർ പടമാണ്. അതായത് ഈ പടത്തിൻ്റെ ഡയറക്ടറിൻ്റെ പേര് കിറിൽ സൊക്ലോവ് എന്നാണ്. റഷ്യൻ ഫിലിമാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടം. അദ്ദേഹം ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പുള്ളി ടറന്റീനോ, ഗൈറിച്ചി, സ്കോസിസ് ഇവരുടെയൊക്കെ ഒരു വലിയ ആരാധന. ഇവരുടെ എല്ലാവരുടെയും ഫ്ലേവർ ഈ സിനിമയിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പേര് വല്ലാതെ കേട്ടിട്ടുണ്ട്. റീമേക്ക് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനത് പടം കണ്ടപ്പോൾ വിചാരിച്ചു ഒരുപാട് പേര് എടുത്ത് റീമേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഒരുപാട് പേര് കാണാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി കണ്ടു നോക്കാവുന്ന സിനിമയാണ്. ഭയങ്കര രസകരം, ഭയങ്കര ഫൺ എൻ്റർടൈൻമെൻറ്റ് ഡാർക്ക് കോമഡി പടമാണ്. ഇതുപോലെ രക്തം തെറിക്ക പടമാണ്, പക്ഷെ നല്ല രസമാണ്. ഈ സിനിമ നടക്കുന്നത് റഷ്യൻ പടം എന്ന് പറയുമ്പോൾ പിന്നെ രക്തം തെറിക്കും. അതെ, അല്ല സംഭവം വെച്ചാൽ ഈ പടത്തിൻ്റെ പ്രത്യേകം ഇപ്പം നമ്മൾ പറഞ്ഞ 3 സിനിമയുടെ പ്രത്യേകത 3ഉം നടക്കുന്നത് ഒരു 1 ഡേ ലൈനിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ ഇതൊരു അപ്പാർട്ട്മെൻറ്റിലാണ് പടത്തിൻ്റെ ഒരു ഫുൾ പടമല്ല, പടത്തിൻ്റെ മേജർ സീക്വൻസ് നടക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. ഇതിനിടയ്ക്ക് കുറച്ച് ഫ്ലാഷ് ബാക്സും കാര്യങ്ങളും ഉണ്ടാവും. നല്ല രസകരമായ സിനിമോട്ടോഗ്രഫി, എഡിറ്റിങ്, സൗണ്ട് ട്രാക്ക് ഒക്കെ ഉള്ള ഒരു സിനിമയാണിത്. ഞാൻ ആക്ച്വലി പടം കാണുന്ന സമയത്ത് ഇതിൻ്റെ സബ് ടൈറ്റിൽ അവൈലബിൾ അല്ല. ഞാൻ വേറെ ഏതോ ലാംഗ്വേജിൻ്റെ സബ് ടൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഫസ്റ്റ് ടൈം ഈ സിനിമ കാണുന്നത്. അന്ന് ഞാൻ സിനിമ കണ്ടിട്ട് എനിക്കിത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ അറിയാം നമ്മുടെ ടൈം പടമായതുകൊണ്ട് അങ്ങനെ കണ്ട് കുറച്ച് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിത് CPCയിൽ പോസ്റ്റായിട്ട് ഇട്ടു. അതിനുശേഷം കുറച്ച് പേർ എന്നോട് പ്രിൻറ്റ് ചോദിച്ചു. കാരണം പ്രിൻറ്റ് വേറെ എടുത്ത് അവൈലബിൾ അല്ല, ഞാൻ ഏതോ വ്യാജ സൈറ്റ് ചെയ്ത് തപ്പിയെടുത്ത പ്രിൻ്റായിരുന്നു. അപ്പോൾ ആ പ്രിൻ്റ് അന്നത്ര നല്ല പ്രിൻ്റല്ല. പിന്നീട് എനിക്ക് തോന്നുന്നു പിന്നീട് ഒരു 1 ഇയറിന് ശേഷമാണ് ഇതിൻ്റെ നല്ല പ്രിൻ്റ് അവൈലബിൾ ആകുന്നതും വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിലും വരുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും കണ്ടപ്പോഴാണ് ഞാൻ സബ് ടൈറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ കുറച്ച് മീനിങ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ കണ്ടൊരു സിനിമയാണ് വൈ ഡോണ്ട് യു ജസ്റ്റ് ആയി. അത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ട് പടമാണ്. സോ നമ്മുടെ 4ാമത്തെ റെക്കമെൻഡേഷൻ സ്യൂ ടോൺ 2025. ഇത് ട്രെയിനിലൊക്കെ നോട്ട് ചെയ്ത പോലെ സ്യൂ ടോൺ 2020. തെറ്റിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. സോ സ്യൂ ടോൺ ആക്ച്വലി ഇംഗ്ലീഷ് പടമാണ്. നല്ല രസകരമായിട്ടുള്ള ഒരു 1 ലൈനുള്ള പടമാണ്. ഈ സിനിമയുടെ പ്രത്യേകത ഒരു ഡേ നടക്കുന്ന കഥയാണ്. 4 ദിവസം ഇരുന്ന് കാണാമല്ലോ, ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കഥയാണ്. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ തമിഴിൽ ചെയ്തൊരു പടം 1-2 പടങ്ങളുടെ സാധനം, എസ്പെഷ്യലി ഈ സിനിമയെ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പം. റൺ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കാം. ആ സിനിമയുടെ അതേ ഒരു പാറ്റേണിലുള്ള ഒരു സിനിമ കൂടിയാണ് ഈ സ്യൂ ടോൺ എന്നുള്ള പടം. കാരണം ഇതിൻ്റെ സെറ്റിംഗ് ആയാലും ശരി, ഇത് ഇറ്റലിയിലാണ് ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇറ്റലിയിൽ ഒരു ചെറിയ ടൗണിലാണ് ഈ പടം നടക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര രസമാണ്, വിഷ്വലി നല്ല രസമാണ് ഈ പടം കാണാൻ. ഇതിൻ്റെ രസകരമായ ഇതിന് സിനിമോട്ടോഗ്രഫി ഭയങ്കര രസമാണ്. അതേപോലെ ഇതിനും ഈ ഡാർക്ക് ഹ്യൂമർ എലമെൻ്റ് ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കുറച്ച് പുതുതായിട്ട് ഫീൽ ചെയ്യും കാര്യം എന്ന് വെച്ചാൽ ഈ കഥ പറയുന്ന ഒരു തയ്യൽക്കാരിയുടെ കഥയാണ്. ഒരു തയ്യൽക്കാരി, ആ പെൺകുട്ടിയുടെ കഥ. ആ പെൺകുട്ടി ഒരു പ്രശ്നത്തിൽ പെട്ടിട്ട് അവൾ ആക്ച്വലി ഈ തയ്യൽ എന്നുള്ള എലമെൻറ്റ് അതെങ്ങനെ അവളുടെ ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്നൊക്കെയുള്ള എലമെൻറ്റ് അത് ഭയങ്കര നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അല്പം ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ലോജിക്കലി കുറച്ച് റിയാലിറ്റിയിൽ ചിന്തിച്ചാൽ കുറച്ച് പാടെല്ലാം തോന്നുമെങ്കിലും ഇവരെല്ലാം ചെയ്ത് വെച്ചിരുന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ച് രസകരമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനത്തെ കുറച്ച് സീനുകളുള്ള രസകരമായ ഒരു പടമാണ് സ്യൂ ടോൺ എന്നുള്ളത്. ട്രെയിലർ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. 5ാമത്തെ റെക്കമെൻഡേഷൻ ട്രൂ റൊമാൻസ് ആക്ച്വലി ഞാൻ കണ്ടുള്ള പടം. ട്രൂ റൊമാൻസ് 93 ടോണി സ്കോട്ടിൻ്റെ പടമാണ്. നമ്മുടെ ടോപ്പ് ഗണ്ണൊക്കെ എടുത്ത ടോണി സ്കോട്ടിൻ്റെ പടമാണ്. റൈറ്റർ ക്വിൻ്റൻ ടാരന്റിനോ. ഈ ട്രൂ റൊമാൻസ് നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ട്രൂ റൊമാൻസിൻ്റെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, അതാണ് നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ പ്രിയദർശൻ സിനിമകൾക്കുൾപ്പെടെ ഒരുപാട്, അല്ലെങ്കിൽ ഇത് പ്രിയദർശൻ സിനിമകളൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ ആ ടൈപ്പിൽ. അതായത് നമുക്ക് അറിയാം എല്ലാ ക്യാരക്ടേഴ്സും അവസാനം ഒരു സ്ഥലത്തെത്തുന്നു, അവിടെ ഒരു ഷൂട്ട് ഔട്ട് നടക്കുന്നു, അങ്ങനത്തെ ഒരു ലൈൻ ഓഫ് എൻഡിങ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ ട്രൂ റൊമാൻസിൻ്റെ പ്രത്യേകത അങ്ങനെ അത് ഭയങ്കര രസകരമായൊരു ലൈനാണ് പടം. അത് ഈ ഒരുപാട് ക്യാരക്ടേഴ്സുള്ള മൾട്ടിപ്പിൾ ലൈനുള്ള ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് വന്ന് കൊളൈഡ് ചെയ്ത് അവിടെ ഒരു ക്ലൈമാക്സ്, ഒരു കെയോസ് നടക്കുന്ന അങ്ങനത്തെ ഒരു ഡാർക്ക് കോമഡി പടമാണ് ട്രൂ റൊമാൻസ്. ഇതിലെ ക്യാരക്ടേഴ്സ് ഭയങ്കര രസമാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ഇതിൽ ടറന്റിനോയുടെ റൈറ്റിംഗ്, അദ്ദേഹത്തിൻ്റെ ഡയലോഗ് റൈറ്റിങ്ങിൻ്റെ ഒരു എക്സലൻസി കാണാൻ. ടറന്റിനോ പടം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചെങ്കിലും ഈ മേജർ ക്യാരക്ടേഴ്സ് ക്ലൈമാക്സ് ഇങ്ങനെ വന്ന് അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടാവും. എല്ലാവരും ഒരുമിക്കുന്ന പ്രദർശനം പോലെ തമാശ ആയിരിക്കത്തില്ല എന്നുള്ളത്. അതെ. ഇപ്പം ഇതിൽ പറഞ്ഞ തമാശ നല്ല, ഇത് ഡാർക്ക് ഹ്യൂമറാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ അത് തന്നെ അവസാനം ഒരു ഷൂട്ട് ഔട്ട് സീക്വൻസ് ഒക്കെ നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ആ ഷൂട്ട് ഔട്ട് സീക്വൻസ് ഒരുപാട് ഇന്ത്യൻ സിനിമകൾക്ക്, പിന്നീടുള്ള വന്ന ഒരുപാട് ഇന്ത്യൻ സിനിമകൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കിളിബോയ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് കിളിബോയ്, മുദ്ദുഗൗ, അങ്ങനെ ഒരുപാട് പടങ്ങൾ ഈ ഫൈനലി എല്ലാവരും കൂടെ ഒരു സ്ഥലത്തൊരു ഷൂട്ട് ഔട്ട്. ഈ ലാസ്റ്റ് നമ്മളിറങ്ങിയ സാഹസം സിനിമയിലൊരു ഷൂട്ട് ഔട്ട് സീക്വൻസ് ഉണ്ട്. അതെല്ലാം എനിക്കിത് കാണുമ്പോഴെല്ലാം ട്രൂ റൊമാൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. അത് ആ സിനിമ കണ്ടു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അതിൽ ബ്രാഡ് പിറ്റ് ഉണ്ട് ആ പടത്തിൽ, ഒരു സപ്പോർട്ടീവ് റോളായിട്ടാണ്, ഭയങ്കര രസമാണ്. ബ്രാഡ് പിറ്റ്. അതെ, അപ്പോൾ അങ്ങനത്തെ സിനിമയാണ്
ട്രൂ റൊമാൻസ്. അതും കാണാത്തവർ കണ്ടു നോക്കുക, രസകരമായൊരു പടമായിരിക്കും. 6ാമത്തെ റെക്കമെൻഡേഷൻ ഇൻവാലിഡ് 2023 സ്ലോവേക്കിയൻ ഫിലിം. അതൊരു സ്ലോവേക്കിയൻ ഫിലിമാണ്. കാര്യം ഈ സിനിമ ഞാൻ ഒരു വർഷം മുമ്പ് 1-2 വർഷം മുമ്പ് കണ്ടിട്ട്, ഇത് ഇറങ്ങിയത് 23 എനിക്ക് തോന്നുന്നു ആ ടൈമിൽ, ആ സിനിമ ഇറങ്ങിയ ടൈമിൽ ഞാൻ ഈ പടം കണ്ടു. കാരണം ഇത് കാണാനുള്ള റീസൺ, ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത സമയത്ത് ഈ സിനിമയുടെ കളർ ഗ്രേഡിങ് ആർട്ടിസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻ ഗ്രാഫ്സ് ഷെയർ ചെയ്യണം ഇൻസ്റ്റയിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതെന്താണെന്ന് എടുത്ത് നോക്കുമ്പോൾ ഇൻവാലിഡ് എന്നുള്ള പടത്തിൻ്റെ ടൈറ്റിൽ കണ്ടു. ഞാൻ ഈ പടം ഡൗൺലോഡ് ചെയ്യാൻ നോക്കി. പടം ഡൗൺലോഡ് ചെയ്ത് കണ്ടു നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. പടം ഡൗൺലോഡ് ചെയ്ത് കാണുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ഈ പടത്തിൻ്റെ പേര് മറന്നുപോയി. പിന്നീട് ഈ പടം ഞാൻ പലർക്കും റെക്കമെൻഡ് ചെയ്യണമെങ്കിലും എനിക്ക് ഈ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ട് ഞാനിതിങ്ങനെ എന്തായിരുന്നു എൻ്റെ പേരെന്ന് ഒരുപാട് സെർച്ച് ചെയ്ത് ഈ അടുത്തിടയ്ക്കാണ് ഞാൻ എൻ്റെ പേര് കണ്ടെത്തിയത്. ഞാൻ കുറേ പലയിടത്തും തപ്പി നോക്കി ഇത് എന്തായിരുന്നു ഈ പടത്തിൻ്റെ പേര്. ഞാൻ വെച്ചിട്ടുള്ള സിനിമാ പേരുകൾ തപ്പിപ്പോയി കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പേര് വീണ്ടും കണ്ടെത്തിയത്. കാരണം മറന്നുപോയി ഞാൻ ഈ പടം കണ്ടിട്ട്. കാരണം ഇത് അധികം ആൾക്കാർ സംസാരിക്കാത്ത, അധികം ആൾക്കാർ കാണാത്തൊരു സിനിമയാണ് അത്. കാരണം ഭയങ്കര മഹത്തരമായ പടമൊന്നുമല്ല, ഒരു കൊച്ചു പടമാണ്, ബജറ്റ് കുറഞ്ഞൊരു സിനിമയാണ്. പക്ഷേ രസകരമായൊരു ലൈനുണ്ട് പടത്തിൽ. അതെനിക്ക് ഇഷ്ടപ്പെടും. പടത്തിൻ്റെ ഇതും ഈ സോ കോൾഡ് ഡാർക്ക് കോമഡി ഫിലിമാണ്. ഇപ്പോൾ പറഞ്ഞ എല്ലാ പടവും ഡാർക്ക് കോമഡി ആകുമ്പോൾ എന്നാൽ പിന്നെ ഡാർക്ക് കോമഡി ജോണർ സ്പെസിഫിക് അല്ലാന്ന് പറഞ്ഞ് അങ്ങനെയല്ല. ഓരോ തവണ ഈ ഡാർക്ക് കോമഡി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രൈറ്റ്നസിനെ കുറച്ചുകൂടി സോ ഇൻവാലിഡ് സിനിമ കണ്ടിട്ടില്ല, അവർ കണ്ടു നോക്കുക, രസമാണ്. അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടും എന്ത് ടൈപ്പ് പടമാണെന്ന്. ഒരു ഫൺ പടമാണത്. സോ നമ്മുടെ 7ാമത്തെ റെക്കമെൻഡേഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ടണൽ 2016 സ്പാനിഷ് പടം. ഇതും വളരെ യാദൃച്ഛികമായി ഞാൻ കണ്ടൊരു സിനിമയാണ്. എനിക്കിതിൻ്റെ വൺ ലൈൻ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ഡാർക്ക് കോമഡി അല്ല, ഇതൊരു ത്രില്ലറാണ്, നല്ല ത്രില്ലറാണ്. ഈ സിനിമ കുറച്ച് പരിപാടിയുണ്ട് അതിനകത്ത് സിനിമയിൽ. അപ്പോൾ ഈ 2 സിനിമ, ഇപ്പോൾ ഇൻവാലിഡ് എന്ന് പറഞ്ഞ സിനിമയിലും ഒരു മെയിൻ ക്യാരക്ടർ വീൽ ചെയറിലാണ്. ഈ അറ്റ് ദി എൻഡ് ഓഫ് ദി ടണൽ എന്ന് പറഞ്ഞ സിനിമയിലും മെയിൻ ക്യാരക്ടർ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരാൾ നമുക്ക് അങ്ങനെ ഒരു ഹാഫ് പാലസ്ഡ് ആയിട്ടുള്ള ഒരാൾ അയാളുടെ വീട്ടിൽ ഒരു സിംഗിൾ മദറിനും അവരുടെ കുട്ടിയും താമസിക്കാൻ സ്ഥലം കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരു റൂമിനകത്തിരുന്നാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അയാൾ കണ്ടെത്തുന്ന ഒരു രഹസ്യമാണ്. ഈ രഹസ്യം വെച്ചുകൊണ്ട് പുള്ളി അതെങ്ങനെ എന്താണ് ആ രഹസ്യമെന്നും അത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സിനിമ. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസൊക്കെ ഭയങ്കര രസമാണ്. കാരണം അതിൻ്റെ നമ്മൾ ഈ കഥയിൽ എപ്പോഴും ഷെക്ക് ഓഫ് ഗൺ എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ടല്ലോ. സിനിമയിലെ തുടക്കത്തിൽ എവിടെയെങ്കിലും നമ്മളൊരു ഗണ്ണ് കാണിച്ചാൽ അത് ക്ലൈമാക്സിൽ ഫയർ ചെയ്യണമെന്ന് പറയുന്ന ആ ഒരു ഷെക്ക് ഓഫ് ഗൺ എലമെൻറ്റിൽ ഈ പടത്തിലൊരു ഷെക്ക് ഓഫ് ഗൺ എലമെൻ്റ് ഉണ്ട്. അത് ഗണ്ണല്ല, മറ്റൊരു എലമെൻറ്റാണ്. അത് ഈ പടത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര നമ്മൾ പറയുന്നത് എന്താ പറയുക, ഇൻവിസിബിളാണ്. അതായത് അത് ക്ലൈമാക്സിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ഇത് ഭയങ്കര രസമുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ്. ആ കണക്ഷൻ നമുക്കത് ഒരുപാട് പടങ്ങളിൽ ഒട്ടുമിക്ക പടങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ഈ ഷെക്ക് ഓഫ് ഗൺ എലമെൻ്റ് എനിക്ക് കുറച്ച് രസകരമാണ് തോന്നുന്നത്. കാരണം നമ്മൾ പലതും എക്സ്പെക്ട് ചെയ്യുമല്ലോ ഈ സാധനം അവസാനം എന്തെങ്കിലും ഒരു രീതിയിൽ എഫക്റ്റീവ്. ഈ സംഭവം യൂസ് ചെയ്യുന്ന ഈ ലെങ്ത് കുറഞ്ഞ പടങ്ങളിലും ഒക്കെയാണ്. അത് ഒരുപാട് സമയം ഈ ക്യാരക്ടേഴ്സിനെയും പ്ലോട്ട്സിനെ എസ്റ്റാബ്ലിഷ് ഇല്ലാത്തപ്പോഴത്തേക്കും ഇങ്ങനത്തെ ടെക്നിക്സ് യൂസ് ചെയ്യും. ഫോർ ഷാഡോയിങ്, ഷെക്ക് ഓഫ് ഗൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഷെക്ക് ഓഫ് ഗൺ എലമെൻറ്റ് നമ്മൾ പല പടത്തിലും കാണുമ്പോൾ നമുക്കറിയാലോ ഇത് അവസാനം വരുമെന്ന്. അങ്ങനത്തെ ഒരു ഡൗട്ട് നമ്മൾ സിനിമ കാണുന്ന മിക്കപ്പോഴും ഒരുപാട് പടം കണ്ടുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു എലമെൻറ്റാണ് ഈ ഷെക്ക് ഓഫ് ഗൺ പോലെ ഇവർ ഉപയോഗിക്കുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ സാധനമാണ്. സോ അതുകൊണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ടണൽ വീൽ ചെയറൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളത് ചോദിക്കണോ, കാണാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ടണൽ കണ്ടിട്ടില്ല, അത് കണ്ടു നോക്കൂ. അത് നല്ലൊരു ത്രില്ലർ പടമാണ്. സോ നമ്മുടെ അടുത്ത റെക്കമെൻഡേഷൻ കോട്ട് സ്റ്റീലിംഗ് 2025. ഇത് ആക്ച്വലി വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു പടമാണ്. നമ്മുടെ ഡാരൻ അറോൺസ്കിയുടെ ഏറ്റവും പുതിയ ട്രെയിലർ. അതെ, അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു രസം തോന്നും നമുക്ക്. സിനിമ എനിക്ക് പേഴ്സണലി ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിമായിട്ട് മാത്രം ഫീൽ ചെയ്തിട്ടുള്ളൂ. നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ കാരണം ഇത് അധികം പറഞ്ഞു കേൾക്കാത്തതുകൊണ്ടും ഇപ്പം നമ്മളീ പറഞ്ഞ ഈ ഡാർക്ക് കോമഡി സിനിമകളുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ തുടങ്ങുകയും പിന്നീട് സീരിയസ് ആവുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന ഒരു മെഗഫിക് ഉണ്ടല്ലോ, അതായത് ഒരു ഒബ്ജക്റ്റിന് വേണ്ടി കുറച്ചധികം ആൾക്കാർ വരികയും അതുമൂലം ഉണ്ടാകുന്ന കുറച്ച് കെയോസ് കോമഡി. ആ കെയോസ് കോമഡി ഇല്ല ഇതിനകത്ത്, ആ കെയോസ് ഉണ്ടാവുന്നു, അത് കുറച്ച് സീരിയസ് ആയിട്ട് പോയി എൻഡ് ആവുന്നൊരു സിനിമയാണ്. ഒരു 1.5 മണിക്കൂർ ഡ്യൂറേഷൻ ഉള്ള സിനിമയ്ക്ക് ഒരു വട്ടം കാണാവുന്നൊരു സിനിമയാണ്. പക്ഷേ ഈ ഡാരൻ അറോൺസ്കി എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഇതിനു മുമ്പുള്ള സിനിമകൾ കണ്ടാൽ മനസ്സിലാവും അതുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു സിനിമയാണ്.
കാരണം പുള്ളി മദർ, റിക്വം ഫോർ എ ഡ്രീം അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ സിനിമകൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് സൈക്കോളജിക്കലിയൊക്കെ കുറച്ച് അധികം മാത്രമല്ല പുള്ളിയുടെ ഏറ്റവും എന്താ പറയുക മിക്സ്ഡ് അഭിപ്രായം ഉണ്ടായിരുന്ന സിനിമ. അത് കുറച്ച് പാടാണ് അത്. അതെ അത് പക്ഷെ പാടാണെന്നല്ല, അല്ല അതൊരു സർറിയൽ പടമാണ്. അതെ ചെറിയ പടം, അതുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാനേ കുറച്ചൊരു പടമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് നമുക്കിത് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ഭയങ്കര സർറിയൽസുമാണ്. അതിൽ എന്താണ് ആരെ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാനും പറ്റും. പക്ഷെ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനൊരു സിനിമ, കാരണം ഇതിനെ കുറച്ച് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്താലേ നമുക്ക് കുറച്ച് നേരം അതിനകത്ത് അതൊക്കെ ഈ പറയുന്ന ചർച്ച ചെയ്യാൻ പറ്റിയ പടങ്ങൾ. അതായത് ഈ പഴയ പടം നമ്മളിപ്പം പുതിയ പടങ്ങളൊക്കെയാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ പഴയ പടങ്ങൾ എടുക്കണം, അതിനകത്ത് കുറേ പറയുന്ന സാധനങ്ങളൊക്കെ നല്ല രസമാണ്. അത് നമുക്ക് അങ്ങനത്തെ ഒരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും തുടങ്ങാം. സെഗ്മെന്റൊക്കെ തുടങ്ങി അടിച്ചു വിടുക. സോ അപ്പം കോഡ് സ്റ്റീലിംഗ് കാണാത്തവർ കണ്ടു നോക്കുക. ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിമാണ്. നമ്മുടെ ലാസ്റ്റ് റെക്കമെൻഡേഷൻ, ഈ വീഡിയോയിൽ ലാസ്റ്റ് റെക്കമെൻഡേഷൻ, നീ വിദേശങ്ങളിലൊക്കെ പറന്ന് തിരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ആരിയ്ക്കുന്നു? വയനാടൻ തമ്പാൻ. ഏത് വർഷമായിരുന്നത്? 1978. വയനാടൻ തമ്പാൻ കണ്ടിട്ടില്ല, അത് കണ്ടു നോക്കൂ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള, അതായത് നാളെ ഒരു സംവിധായകനാകാൻ സാധിച്ചാൽ ഈ പടത്തിൻ്റെ ഐഡിയ ഹിന്ദിയിൽ റീമേക്ക് മറ്റൊരു പുതിയൊരു വേർഷൻ, ഈ പടത്തിൻ്റെ ഐഡിയ പുതിയൊരു വേർഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഐഡിയ ക്രിയേറ്റ് ഉണ്ട്, അതൊരു സിനിമയാക്കണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു പടമാണ് വയനാടൻ തമ്പാൻ. കാരണം ആ സിനിമ നിങ്ങളിപ്പം യൂട്യൂബിൽ അവൈലബിളാണ്, നമ്മൾ കണ്ടു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ കൺസെപ്റ്റ് അന്ന് അത്ര 1978 ആ കൺസെപ്റ്റ് അത് ചെയ്തിരിക്കുന്നത് കുറേ അന്നത്തെ ഫിലിം ടെക്നിക്സ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് പടത്തിൽ. നല്ല രസമായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, പഴയ ഞാൻ പണ്ട് ഇഷ്ടംപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ 60s ഈ മൂവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാടകം നേരെ സിനിമയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ നാടകത്തിൽ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന മൊത്തം ഈ ഇതായിരുന്നു, രാമായണം അതിലെ കഥകളാണ്. അപ്പോൾ അത് സിനിമയാക്കിയപ്പോഴും കുറച്ചധികം ഫാൻറ്റസി അവർ വിട്ടിട്ടില്ല. പിന്നെ ആ ഫാൻറ്റസി ഷിഫ്റ്റ് ചെയ്ത് ഇതുപോലെ മന്ത്രവാദ കഥകളും അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ഈ ഒരു ജോണർ അപ്പാടെ ഇല്ലാണ്ടായി മോഡേൺ മലയാള സിനിമയിൽ. അതായത് നമ്മൾ അങ്ങനെ വന്നത് ഇപ്പം പ്രമേയമാണ്, നമ്മൾ പറയുകയാണെങ്കിൽ ഇതുമായിട്ട് കുറച്ച് റിലേറ്റ് ആവുന്നത്. അതെ, അല്ല പക്ഷേ നമ്മൾ ഈ ഫാൻറ്റസിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഒൺലി റിയലിസം എന്നുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ട് ഇപ്പം കുറച്ച് നമുക്ക് വേറെ കാര്യങ്ങൾ ട്രൈ ചെയ്യാന്നൊക്കെ ഇങ്ങനെ. അപ്പം അത് വയനാടൻ തമ്പാൻ കണ്ടില്ല, അതൊരു കണ്ടു നോക്കുക. വളരെ രസകരമായ കൺസെപ്റ്റുള്ള പടമാണ്. പക്ഷേ പഴയ പടം ആയതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും കാണുമ്പം കുറച്ച് ഇപ്പോൾ കണ്ട ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് തമാശയായിട്ടൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ അതിൻ്റെ കോർ എലമെൻറ്റും കോർ കഥയും ഭയങ്കര കില്ല സാധനമാണ്. അതെ, അന്നത്തെ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അവരതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. കുറച്ച് ലെങ്ത് ഉണ്ട് പടത്തിന്, ബട്ട് അത് രസമാണ്. എനിക്കത് ആ അതിൻ്റെ ആ മെയിൻ പ്ലോട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ ക്രിയേറ്റ് ചെയ്താൽ വളരെ നല്ലൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അത് രസകരമായിരിക്കും തോന്നുന്നു. സോ അത് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരുടെ ആഗ്രഹമാണ് തോന്നുന്നു. ഇപ്പം ഞാൻ മാത്രമല്ല, അത് എനിക്കും ഇതിനു മുമ്പ് പലരും, ഞാനിത് മറ്റേ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സംഭവം. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഇത് ചെയ്യുമായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. എനിക്ക് ഇതുവരെ ആരും അത് വയനാട് നമ്മൾ മാത്രമല്ല, എനിക്ക് അത് നല്ല രസമുള്ള ആ ജോണറുണ്ട്, അതിനകത്ത് കുറച്ചധികം പടങ്ങളുണ്ട്. ഇപ്പം എനിക്കെല്ലാം ഓർമ്മ, ഇതൊരു ഹൊറർ ഫാന്റസി സബ്ജക്റ്റ്. ആ ജോണർ അതുപോലത്തെ ഇങ്ങനെ കുറച്ചധികം നമുക്ക് ഈ റിയലിസം അല്ലാതെ സിനിമ എന്ന മീഡിയം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് ആ ജോണർ തിരിച്ചു വരണമെന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ റെക്കമെൻഡേഷൻ. നമുക്ക് ആക്ച്വലി ഇനി നമ്മൾ ജോണർ സ്പെസിഫിക് ആയിട്ടും അല്ലേ ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതെ, ഇതിങ്ങനെ നമ്മൾ കൈ കിട്ടി എല്ലാം വലിച്ചെറിഞ്ഞേക്കുവാണ്. അതെ, അതായത് കൈ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി നോക്കിയത് നമ്മളിപ്പോൾ റെക്കമെൻഡ് ചെയ്യുമ്പം ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്ത് കാണാത്ത പടങ്ങൾ, ഞാൻ ഒരുപാട് റെക്കമെൻഡേഷൻ വീഡിയോസ് ഞാനും യൂട്യൂബിൽ കാണാറുണ്ട്. അപ്പം പലരും പറയാത്ത പല പടങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. സോ ഇനി നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, ജോണർ സ്പെസിഫിക് ആയിട്ടും ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള സിനിമകൾ നമ്മൾ റെക്കമെൻഡേഷൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ ഈ സിനിമകൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒരു ഗിവ് എ ട്രൈ എന്ന് പറയുന്നത്. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. പറയൂ. സബ്സ്ക്രൈബ് കണ്ടാണോ നീ? അത് വേറെ ഒന്നുമല്ല, ഉദ്ദേശിച്ച സംഭവം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടിയുണ്ട്, ഹൈപ്പ് എത്തി വിടുക അല്ലേ. അതേപോലെ ഞങ്ങൾ ഇന്നലെ ഒരു സെഗ്മെന്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സെഗ്മെന്റ് ഇറക്കിയായിരുന്നു. ആ സെഗ്മെന്റും ആ സെഗ്മെന്റ് കാണാതെ കണ്ടു. അത് കുറച്ച് ലെങ്ത് ഉണ്ട്, നിങ്ങൾ സമയം പോലെ കണ്ടാൽ മതി. അതിങ്ങനെ വിഷ്വലി കാണാനല്ല, അത് കേൾക്കാനുള്ളതായിരിക്കും കൂടുതൽ. നമ്മൾ പോഡ്കാസ്റ്റ് ഒന്നും ടൈറ്റിൽ കൊടുക്കുന്നില്ല, നമുക്ക് അങ്ങനെ ഒരു സെഗ്മെന്റ്
ആയിട്ട് നമ്മൾ തുടങ്ങിയതാണ്. സോ അതും കാണാത്തവർ കണ്ടു നോക്കുക.